ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ജർമ്മൻ ഫിലോസഫർ ഫ്രെഡറിക് നീഷെ അദ്ദേഹത്തിൻ്റെ ഗെസൈൻസ് എന്ന പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നത്. ഭ്രാന്തനെ പോലെയുള്ള ഒരു മനുഷ്യൻ നട്ടുച്ച നേരത്ത് കത്തിച്ച മെഴുകുതിരിയുമായി ആളുകൾ നിറഞ്ഞ ഒരു മാർക്കറ്റിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നു, ഗോഡ് ഈസ് ഡെഡ്, ഹി ഈസ് ബറീഡ്, ഹി ഈസ് ഡീകമ്പോസ്ഡ്. ദൈവം മരിച്ചു, അവൻ സംസ്കരിക്കപ്പെട്ടു, അവൻ അഴിഞ്ഞ് ഇല്ലാതായി. ഈശോയുടെ മരണത്തെയും സംസ്കാരത്തെയും ആസ്പദമാക്കി നിരീശ്വരവാദിയായ നീഷെ ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പാഴായ ശ്രമം, അല്ലെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം മരിച്ചെന്നും അങ്ങനെയുള്ള ദൈവത്തിന് യാതൊരു കഴിവുകളും ശക്തിയുമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭ്രാന്തനായ ആ മനുഷ്യനിലൂടെ ഫ്രെഡറിക് നീഷെ പരിശ്രമിക്കുന്നത്. അത്തരത്തിൽ അനേകായിരം പേർ കലാകാര്യങ്ങൾ ശ്രമിച്ചതിനും പരാജയപ്പെട്ടതിനും ചരിത്രം സാക്ഷിയാണ്. അതെന്തുമാകട്ടെ, ക്രൈസ്തവ ലോകം ഇന്ന് ദൈവപുത്രനായ ഈശോയുടെ പീഡാനുഭവ മരണ സംസ്കാരത്തെ അനുസ്മരിക്കുകയാണല്ലോ. മലയാളത്തിൽ നമ്മൾ ദുഃഖവെള്ളി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എൻ ഓഫുൾ ഫ്രൈഡേ എന്നാണ്. ഇന്നലെ നമ്മൾ പെസഹ ആഘോഷിച്ചു. ഈശോ സ്ഥാപിച്ച കുർബാനയുടെയും പൗരോഹിത്യത്തിൻ്റെയും കൂദാശ സ്ഥാപനവും കാൽക്കഴുകൽ ശുശ്രൂഷയും വളരെ ആഘോഷപൂർവ്വമായി നമ്മൾ അനുസ്മരിക്കുകയും കൊണ്ടാടുകയും ചെയ്യും. നമ്മളൊക്കെ ഇന്നലെ വളരെ സന്തോഷഭരിതരായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ നമ്മളേറെ ദുഃഖിതരാണ്. വളരെ ദുഃഖപൂരിതമായ ഒരു ആംബിയൻസ് ആണ് ബോധപൂർവ്വം നമ്മൾ ഇവിടെ പള്ളിയിൽ ഒരുക്കിയിട്ടുള്ളൂ. കളർ പൂക്കളോ അൾത്താര വിരികളോ തുടങ്ങി സന്തോഷത്തിൻ്റെതായ ഒന്നും ദേവാലയത്തിലില്ല. ഇന്നത്തെ കാലങ്ങൾക്ക് വിവിധ വാദ്യോപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളും കറുത്തതോ അല്ലെങ്കിൽ വെളുത്തതോ ആയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. മനുഷ്യനെ ആർദ്രമായ അനുഭവങ്ങളിലേക്ക്, ആഴമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന വേദപുസ്തക വായനകളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് പീഡാനുഭവ വായനയും കുരിശിൻ്റെ വഴി പോലുള്ള പ്രാർത്ഥനകൾ, പാന വായന എന്നിവയും ഒരുപക്ഷെ സുവിശേഷ പ്രസംഗവും ഒക്കെ ഏറെ ദുഃഖസാന്ദ്രമാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ ദേവാലയവും നമ്മുടെ വീടുകളുടെയും ഒക്കെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ ദുഃഖപൂരിതമാണ്. ദുഃഖവെള്ളി അല്ലെങ്കിൽ ഓഫുൾ ഫ്രൈഡേ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ദുഃഖവെള്ളി അല്ല, ഏറെ സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു ദിവസവുമല്ല. ഇംഗ്ലീഷ് തന്നെ ഗുഡ് ഫ്രൈഡേ എന്നാണല്ലോ വിളിക്കുന്നത്. അതാണ് കൂടുതൽ അർത്ഥവത്തായത്. നല്ല വെള്ളി. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്ര ദുഃഖപൂരിതരായിരിക്കുന്നത്? അത്തരമൊരു വികാരത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? സാധാരണ രീതിയിൽ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് അവരുടെ മരണ ദിവസമാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. വളരെ ആഘോഷപൂർവ്വം നമ്മൾ കൊണ്ടാടുന്ന തിരുനാളുകൾ, അത് കേരളത്തിലുള്ള വിശുദ്ധരായ ചാവറേച്ചിൻ്റേതോ അൽഫോൻസമ്മയുടെയോ ഒക്കെ ആണെങ്കിലും ഇതര വിശുദ്ധരുടേതാണെങ്കിലും ആ തിരുനാളുകളൊക്കെ അവരുടെ മരണ ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സഭ അതാണ് അംഗീകരിച്ച് തന്നിട്ടുള്ളത്. പക്ഷേ ഈശോയുടെ മരണ ദിവസം അങ്ങനെ ഒരു ആഘോഷമല്ല നമുക്കുള്ളത്. മറിച്ച് ഏറെ നൊമ്പരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളുമൊക്കെ അപ്പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഓർമ്മയാചരണമാണ് ഇന്ന ദിവസം നമുക്കുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്? നമ്മുടെ നാട്ടുകാരിയായ സിസ്റ്റർ റാണി മരിയയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ ഘാതകനായ സാമന്ത സിംഗനോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധനാക്കപ്പെട്ട മാക്സിമിലിയൻ കോൾബയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ആർക്കു വേണ്ടിയാണോ ജീവത്യാഗം ചെയ്തത്, ആ മുൻ പോളിഷ് പട്ടാളക്കാരനായ ഫ്രാൻസിസ് ഷെക്കിനോ, അത് സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയും. നമ്മെപ്പോലെ ഏറെ സന്തോഷിതരായിരിക്കാൻ അവർക്ക് കഴിയും.
ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞതിന് കാരണമുണ്ട്. റാണി മരിയയെ കൊന്നത് സാമന്തസ്യം ആണെങ്കിൽ ഈശോയെ വധിച്ചത് നമ്മുടെ പാപങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളാണ്. ഫ്രാൻസിസ് ഷേക്ക് എന്ന പോളിഷക്കാരന് വേണ്ടിയാണ് മാക്സിമിലിയൻ കോളംബിയ വധിക്കപ്പെട്ടതെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ വധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് അർത്ഥത്തിലും ഈശോയുടെ മരണത്തിന് നമ്മൾ ഉത്തരവാദികളാണ്. തന്മൂലം ഇന്ന ദിവസം നമ്മൾ ദുഃഖിതരാണ്, വികാരപരിതരാണ്. ഈശോയുടെ പീഡാനുഭവങ്ങളും അവഹേളിതനായുള്ള മരണവും വല്ലവൻ്റെയും കല്ലറയിലുള്ള സംസ്കാരവും നാം വീണ്ടും അനുസ്മരിക്കുമ്പോൾ എന്ത് വികാര വിചാരങ്ങളാണ് നമ്മിൽ ഉള്ളത്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത്? ഈശോ അവഹേളിക്കപ്പെട്ടതും പീഡകൾ സഹിച്ചതും കുരിശിൽ തറയ്ക്കപ്പെട്ടതും മരിച്ചതും സംസ്കരിക്കപ്പെട്ടതും ഒക്കെ എനിക്ക് വേണ്ടിയായിരുന്നു, എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പിശാചിൻ്റെയും പാപത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് എനിക്ക് രക്ഷ നൽകാൻ വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അങ്ങനെയുള്ള ഈശോയുടെ മരണത്തിന് വേണ്ടി നോമ്പ് നോക്കാനും മരണ ദിവസം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ ദിവസമായി ചെലവഴിക്കാനും ഞാൻ മടി കാണിക്കുകയില്ല. അഥവാ അങ്ങനെ ചെയ്യാതിരിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയുകയില്ല. നമ്മുടെ ഉപവാസം ഈശോയ്ക്ക് ആവശ്യമില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കാം. ഈശോയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഉപവസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപവസിക്കുന്നത്, മറിച്ച് എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഉപവസിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ടാണ്. ഒന്ന്, നമുക്ക് വേണ്ടി മരിച്ച ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. രണ്ട്, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി. എന്തുകൊണ്ടാണ് മനുഷ്യന് മാത്രമല്ല സകല സൃഷ്ടികൾക്കും വേദനയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്ന ചോദ്യം അനാദ്യ കാലം മുതലേ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരുന്നു, ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്നും അത് നമ്മെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നത് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമാണ്. ആദവും ഹവ്വയും ചെയ്ത ദൈവനിന്ദയുടെ അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ ഫലമായി അവർക്ക് പർദീസ നഷ്ടപ്പെടുകയും വേദനയും മരണവും പാപവും ഒക്കെ മനുഷ്യനെ തേടി വന്നു എന്നുമാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. അത് ചരിത്രമാണോ എന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് വേദനയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ വരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. 3 തരത്തിലുള്ള വേദനകൾ നമുക്കുണ്ടാകുന്നുണ്ട്. ഒന്ന്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വേദന. 2, മറ്റുള്ളവർ ഉണ്ടാക്കുന്ന വേദനകൾ. 3, നമ്മുടെ നിയന്ത്രണങ്ങൾക്കും ഇടപെടലുകൾക്കും അതീതമായി സംഭവിക്കുന്നവ, അഥവാ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വേദനകൾ ഒരു പക്ഷേ ബോധപൂർവം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതോ ഒക്കെ ആകാം. എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു സ്കൂളിൽ പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോൾ അവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ ചേച്ചിയുടെയും മറ്റൊരു സ്കൂളിൽ പഠിച്ചിരുന്ന വേറൊരു പെൺകുട്ടിയുടെയും മരണങ്ങൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. എൻ്റെ സ്കൂളിലെ കുട്ടിയുടെ ചേച്ചി അടുത്തുള്ള ഒരു സ്കൂളിൽ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വർഷം 10ൽ പഠിക്കുന്ന കുട്ടികളെയും കൊണ്ട് അവരുടെ അവസാനത്തെ സ്കൂൾ ടൂറിന് പോകുന്ന കാര്യം അധികൃതർ അറിയിക്കുകയുണ്ടായി. ക്ലാസ് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന ആ കുട്ടി അമ്മയോട് പറഞ്ഞു, സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്, എനിക്കും പോകണം. 2 പേരൻസും ഡോക്ടർമാരായിരുന്നു. പിതാവ് വിദേശത്ത് ജോലി ചെയ്യുന്നു, അമ്മ നാട്ടിലെ ഒരു ആശുപത്രിയിൽ. 2 കുട്ടികളും അവരുടെ അമ്മയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. എനിക്ക് ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ പോകണ്ട, 10ാം ക്ലാസ്സിലായതുകൊണ്ട് നന്നായി പഠിക്കും. മാത്രമല്ല ആ സ്ഥലത്തേക്ക് ഇതിനു മുൻപ് പല പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ളതാണ്. അവിടെ ഒന്നും പുതുതായി കാണാനുമില്ല. പരീക്ഷ കഴിയുമ്പോഴേക്കും അച്ഛൻ നാട്ടിലേക്ക് വരും. അതിനുശേഷം നമുക്ക് വിദേശത്തേക്ക് ഒരു ടൂർ പോകാം. അവൾ ചാടിയും പിടിച്ച് പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് കൂട്ടുകാരോടൊത്ത് ടൂർ പോകണം. അമ്മ പറഞ്ഞു, ഇല്ല, അത് നടക്കില്ല. അവൾ വിദേശത്തുള്ള പിതാവിനെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. പിതാവ് പറഞ്ഞു, അതിനെന്താ, നീ ടൂർ പൊക്കോളൂ, ഞാൻ അമ്മയോട് പറയാം.
ആ സന്തോഷത്തിൽ അമ്മയുടെ അടുത്തേക്ക് വന്ന് അവൾ വീണ്ടും പറഞ്ഞു, അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്, എനിക്ക് ടൂർ പോകാൻ. അമ്മ വീണ്ടും പറഞ്ഞു, ഞാൻ അനുവദിക്കില്ല, നിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ആ കുട്ടി അമ്മയോട് ഒരു അമ്മ എന്ന നില മറന്ന് ഒരു ശത്രുവിനോട് എന്ന നിലയിൽ പറഞ്ഞു, എങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. അവൾ മുറിയിലേക്ക് പോയി. ഏറെ സമയം കഴിഞ്ഞിട്ടും മുറിയിൽ നിന്നും പ്രത്യേകിച്ച് ശബ്ദമൊന്നും കേൾക്കാതെയും അവൾ താഴേക്ക് വരാതിരിക്കുകയും ചെയ്തപ്പോൾ അമ്മ അവളെ അന്വേഷിച്ച് മുറിയിലേക്ക് ചെന്നു. മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. വിളിച്ചിട്ട് ഒരു പ്രതികരണവും ഉണ്ടായി. അമ്മയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. വാതിൽ തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ അയൽക്കാരെ വിളിച്ച് മുറി തുറന്നു നോക്കി. ഫാനിൻ്റെ ഹൂക്കിൽ സാരി ഉപയോഗിച്ച് അവൾ തൂങ്ങിക്കിടക്കുകയെന്നാണ് കണ്ടത്. രണ്ടാമത്തെ സംഭവം അടുത്തുള്ള വേറൊരു സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു 10ാം ക്ലാസ് പെൺകുട്ടി. ആ കുട്ടിയുടെ ചേച്ചി 12ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കി വിജയിച്ചതിന് ശേഷം വിദേശത്തേക്ക് MBBS പഠിക്കാൻ പോകുന്ന ഒരു സമയമായിരുന്നു. ഈ കുട്ടികളുടെയും മാതാപിതാക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സായിരുന്നു. അവൾ ഉപരിപഠനത്തിന് വിദേശത്ത് പോകുന്നത് കൊണ്ട് ആവശ്യമായ വസ്ത്രങ്ങളും മറ്റ് ഉപയോഗ വസ്തുക്കളും വാങ്ങാൻ മാതാപിതാക്കളും 2 മക്കളും കൂടി പുറത്തുപോയി. സ്വാഭാവികമായും പഠിക്കാൻ പോകുന്ന ചേച്ചിക്കാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങിയത്. രണ്ടാമത്തെ കുട്ടിയെ സങ്കടപ്പെടുത്താതിരിക്കാൻ അവൾക്കും കുറച്ച് ഡ്രസ്സ് വാങ്ങി. പക്ഷെ ചേച്ചിക്ക് കൂടുതൽ ഡ്രസ്സ് വാങ്ങിയത് അനുജത്തിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. കുഞ്ഞുനാൾ തൊട്ട് അവളുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു ചിന്തയുണ്ടായിരുന്നു, തന്നേക്കാൾ അധികമായി ചേച്ചിയെയാണ് മാതാപിതാക്കൾ സ്നേഹിക്കുന്നത് എന്ന്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ആ ദിവസത്തെ ഷോപ്പിംഗ് നടന്നത്. അവളുടെ കാഴ്ചപ്പാടിൽ ചേച്ചിക്ക് കൂടുതൽ വസ്ത്രങ്ങൾ വാങ്ങിയത് അവർക്ക്, മാതാപിതാക്കൾക്ക് അവളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്നാണ് അവൾ ചിന്തിച്ചത്. ഏറെ സങ്കടപ്പെട്ട് തിരിച്ചു വന്നതിന് ശേഷം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആരാണ് ഉത്തരവാദി? ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? എവിടെയാണ് മാതാപിതാക്കൾക്ക് തെറ്റുപറ്റിയത്? അറിഞ്ഞോ അറിയാതെയോ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് കുരിശുകളും വേദനകളും കഷ്ടപ്പാടുകളും ബോധപൂർവം ഉണ്ടാക്കുകയോ ചെയ്യുന്ന നിരവധി പേരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ തന്നെ ആ വിഭാഗത്തിൽപ്പെടുന്നവരാകാം. രണ്ടാമത്തെ വിഭാഗത്തിലുള്ളവർ ബോധപൂർവമോ അല്ലാതെയോ വേദനയും കഷ്ടപ്പാടും കുരിശുമൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നൽകുന്നവരാണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ ഇത്തരത്തിലുള്ളതാണ്. ആരെങ്കിലുമൊക്കെ കൊന്നു, പീഡിപ്പിച്ചു, നിരന്തരമായി കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളും സംഭവങ്ങളുമാണ് ഓരോ ദിവസവും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നിരപരാധികളായ ചെറിയ കുട്ടികളെപ്പോലും ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്നുകളയുന്ന അല്ലെങ്കിൽ ആക്രമിച്ചു കൊന്നുകളയുന്ന, ലഹരിക്ക് അടിമകളായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന എത്രയോ സംഭവങ്ങളാണ് ഓരോ ദിവസം എന്നോണം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നോ ഇരയുടെ ഭാഗത്തുനിന്നോ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് തൻ്റെയോ തൻ്റെ മക്കളുടെയോ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ ഒക്കെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെയുള്ള കുരിശുകളും വേദനകളും അത്യാഹിതങ്ങളും നൽകുന്നു അല്ലെങ്കിൽ അനുവദിക്കുന്നു? അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ചോദ്യങ്ങൾ അതിനെക്കുറിച്ച് ഉയരുന്നുണ്ടാകും. നമുക്കതിന് എന്തുത്തരമാണുള്ളത്? താത്വികമായ ഒരു ഉത്തരവും ആർക്കും തന്നെ സ്വീകാര്യമായില്ലെന്ന് വരാം. മൂന്നാമതായി, നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ലാതെയും നമുക്കൊന്നും തടുക്കാൻ കഴിയാത്തതുമായ നിരവധി കുരിശുകളാണ് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് മ്യാൻമറിലുണ്ടായ ഭൂമികുലുക്കം, 1 വർഷം മുമ്പ് വയനാട് നടന്ന പ്രകൃതി ദുരന്തം, അതല്ലാതെയുള്ള ഒരുപാട് അത്യാഹിതങ്ങളും അപകടങ്ങളും മരണങ്ങളുമൊക്കെ
ഓരോ ദിവസവും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അതിനൊന്നും പലപ്പോഴും നമുക്ക് ഉത്തരമില്ല. ഇന്ന് നമ്മൾ ഈശോയുടെ പീഡാനുഭവ മരണ സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, നമ്മുടെ തെറ്റുകൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അതല്ലെങ്കിൽ ബോധപൂർവം നമ്മൾ വരുത്തി വയ്ക്കുന്ന വേദനയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ എന്തു തന്നെയായാലും അത് നമ്മുടെ ജീവിതത്തിലായാലും മറ്റുള്ളവരുടെ ജീവിതത്തിലായാലും അതിന് യാതൊരു ന്യായീകരണവുമില്ല. അതുകൊണ്ട് തന്നെ അവ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ വലിയ തെറ്റുകാരാകും. രണ്ടാമതായി, മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അതുമല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ ബോധപൂർവമായ പ്രവൃത്തികൾ കൊണ്ടോ നിരപരാധികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും കുരിശുകളും കഷ്ടപ്പാടുകളുമൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിന് വ്യക്തമായ ഉത്തരമില്ല. ബോധ്യം വരുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനവുമില്ല. ഉദാഹരണത്തിന്, ഈശോയുടെ ജനനത്തെ തുടർന്ന് ഹെറോദസ് വധിച്ച പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിന് എന്ത് വ്യാഖ്യാനമാണ് നമുക്ക് നൽകാൻ കഴിയുക? ആ കുഞ്ഞുങ്ങളെയൊക്കെ വിശുദ്ധരായ സഭ പരിഗണിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ വധിക്കപ്പെട്ടത് വഴി വിശുദ്ധരാകുക എന്നതായിരിക്കാം ദൈവിക പദ്ധതി. മൂന്നാമതായി, നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ലാതെയും നമുക്കൊന്നും തടുക്കാൻ കഴിയാത്തതുമായ പ്രകൃതിക്ഷോഭങ്ങളാണെങ്കിലും അപകടങ്ങളാണെങ്കിലും നമ്മൾ അറിയാതെ നമ്മൾ എത്രയൊക്കെ കരുതലെടുത്താലും നമുക്കുണ്ടാകുന്ന ചില രോഗങ്ങളും ഉറ്റവരുടെ വേർപാടുകളും ഒക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിന് മാനുഷികമായ താത്വികമായ ഒരു ഉത്തരം നൽകാൻ തീർച്ചയായും നമുക്ക് ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വിശ്വാസത്തിൻ്റെതായ കണ്ണുകളോടുകൂടി അതിനെ കാണാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അതിസ്വാഭാവികമായ ചില ലക്ഷ്യങ്ങളുണ്ട്, ദൈവിക പദ്ധതികളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ അർത്ഥത്തിൽ അവയെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുക, അതിനോട് സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി, കുരിശുകളോടും വേദനകളോടുമൊക്കെയുള്ള നമ്മുടെ മനോഭാവം എന്താണ്? സ്വാഭാവികമായും അത് എപ്പോഴും നിഷേധാത്മകമാണ്. ആരും വേദനയെ ഇഷ്ടപ്പെടാൻ സാധിക്കുകയില്ല. അതാണ് സർവത്ര ജീവജാലങ്ങളുടെയും പ്രകൃതിയാലുള്ള സ്വഭാവം. അതേസമയം നമ്മുടെ കഴിവിനും നിയന്ത്രണങ്ങൾക്കും അതീതമായി സംഭവിക്കുന്ന സർവ്വ കുരിശുകളോടും വേദനകളോടും രോഗങ്ങളോടും എന്നല്ല, നമ്മുടെ സമാധാനപൂർവമായ ജീവിതത്തിനെതിരായി സംഭവിക്കുന്ന എന്തിനോടുമുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ആത്യന്തികമായി പറഞ്ഞാൽ അവയെ ഒക്കെ വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടി നാം കാണണം. ദൈവിക പദ്ധതികളുടെ ഒരു വലിയ ക്യാൻവാസിൽ അവയെ നോക്കിക്കാണാൻ ശ്രമിക്കണം. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലോ നമ്മുടെ ബോധപൂർവമായ തീരുമാനങ്ങൾ വഴിയോ പരിശ്രമം മൂലമോ വേദനയും കുരിശുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അങ്ങനെയുള്ളൊരു ഉറച്ച തീരുമാനം ഉണ്ടാകണം. മൂന്നാമതായി, പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കണം. ഈശോ തന്നെ അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തനിക്ക് വരാനിരുന്ന പീഡകളും മരണവുമൊക്കെ മാറ്റിത്തരണമേ എന്ന് പല പ്രാവശ്യം പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തീവ്രമായ തീക്ഷ്ണമായ വിശ്വാസലൂന്നിയ പ്രാർത്ഥന ഉണ്ടാകണം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ പ്രാർത്ഥനയും അതേപടി നടക്കണമെന്നില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പ്രത്യുത്തരം ദൈവത്തിൽ നിന്ന് ഉണ്ടാകണമെന്നില്ല. പിതാവായ ദൈവമേ, ഈ കാസ എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടും പിതാവ് അത് നടത്തി കൊടുത്തില്ല. ഏൽ ഏൽ ലക്മാ ശബ്ദാനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് കരഞ്ഞു വിളിച്ചിട്ടും പിതാവിൽ നിന്ന് ഒരു ഉത്തരവും ലഭിച്ചില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നാലാമതായി, കുരിശുകൾ നമ്മെ വേദനിപ്പിച്ചേക്കാം, പക്ഷെ നമ്മെ അവയ്ക്ക് തകർക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടും മനോഭാവവും സമീപനവും നമുക്ക് എപ്പോഴും ഉണ്ടാകണം.
അഞ്ചാമതായി, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ഈശോയെപ്പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ മാതാവിനെ പോലെ നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിട്ടുകൊടുക്കാൻ ആഴമായ തീവ്രമായ വിശ്വാസം നമുക്കുണ്ടാകണം. ആറാമതായി, ഈശോയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠം, തന്നെ ദ്രോഹിച്ചവരോട്, തന്നെ കുരിശിൽ തറച്ചവരോട്, അവഹേളിച്ചവരോട് ഈശോ ക്ഷമിക്കുക മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് അവരോട് ക്ഷമിക്കുവാൻ പിതാവിനോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. അതൊരു വലിയ മാതൃകയാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. ഇന്നലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്വയം ദാസനായിക്കൊണ്ട് ലോകത്തെ പഠിപ്പിച്ച മാതൃകയേക്കാൾ ഒരു പക്ഷേ വലുതാണ് ഇന്ന് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ വധിക്കുന്നവർക്കായുള്ള അവരോട് ക്ഷമിക്കണമേ എന്നുള്ള പിതാവിനോടുള്ള പ്രാർത്ഥന. ദൈവത്തിന് നമ്മെ തന്നെ സ്വയം വിട്ടുകൊടുക്കാനും, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അതെന്ത് തന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന കാഴ്ചപ്പാടോടുകൂടി അവയെ സമീപിക്കാനും, വിശ്വാസത്തോടെ എന്തിനേയും അഭിമുഖീകരിക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മരിച്ച ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.